ഒരു ഇൻസിഡന്റോട് കൂടിയാണ് സിനിമ ആരംഭിക്കുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്താൽ പോലീസ് സ്റ്റേഷനിൽ എത്തേണ്ടി വരുന്ന മഹാരാജയാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത്. പിന്നീട് പല ക്യാരക്ടർ ഇൻട്രൊഡക്ഷനും ഒരു ബന്ധവുമില്ലാത്ത കുറെ സീനുകളുമാണ് കാണിക്കുന്നത്. ചില ഘട്ടങ്ങളിൽ നമുക്ക് തോന്നും എന്താണ് ഈ ഡയറക്ടർ കാണിച്ചു വെച്ചേക്കുന്നതെന്ന്. ഏകദേശം ഇന്റർവെല്ലോടുകൂടി കഥയിലേക്ക് എത്തുകയും ബന്ധമില്ലാത്ത പല സീനുകളും അത്യുഗ്രൻ മേക്കിംഗ് ആയി നമുക്ക് തോന്നുകയും ചെയ്യും. സംവിധായകന്റെ മികവും സിനിമയുടെ റേഞ്ചും അവിടെ നിന്ന് മാറുകയാണ്. നിതിലൻ സ്വാമിനാഥന്റെ സംവിധാനത്തിൽ മക്കൾ സെൽവൻ വിജയ് സേതുപതി, മമത മോഹൻദാസ്, അനുരാഗ് കശ്യപ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഏറ്റവും പുതിയതായി പുറത്തിറങ്ങിയ തമിഴ് സിനിമയാണ് മഹാരാജ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അതിഗംഭീരം, അത്യുഗ്രൻ മേക്കിംഗ്, വൺ ഓഫ് ദ ബെസ്റ്റ് സ്ക്രീൻ പ്ലേ. വാക്കുകൾ മതിയാവില്ല ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ. ഒരു സിനിമയെ എത്രത്തോളം മികച്ചതാക്കാൻ സാധിക്കുമോ അതാണ് ഈ സിനിമ. ഈ സംവിധായകന്റെ കുരങ്ങുബൊമ്മയെ കണ്ട ആളുകൾക്ക് അറിയാം ഇദ്ദേഹത്തിന്റെ ബ്രില്യൻസ്. സംവിധാനത്തിന് പുറമെ കഥയും എഴുതിയിരിക്കുന്നത് നിതിലൻ തന്നെയാണ്. റാം മുരളിയുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് നിതിലൻ സംഭാഷണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ദിനേഷ് പുരുഷോത്തമനാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. മ്യൂസിക് അജീഷ് ബി ലോകനാഥ്. തളപതി വിജയുടെ ലിയോ സിനിമയുടെ കോ പ്രൊഡ്യൂസർ ജഗദീഷ് പളനിസ്വാമിയും സുധൻ സുന്ദരവും ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഫിലോമിൻ രാജാണ് ഈ സിനിമയുടെയും എഡിറ്റർ. നടരാജൻ സുബ്രഹ്മണ്യം, അഭിരാമി, രാംദോസ്, അരുൾദോസ്, സിംഗംപുലി, ഭാരതിരാജ, ദിവ്യ, മണികണ്ഠൻ, വിനോദ് സാഗർ എന്നിവരാണ് മറ്റ് കഥാപാത്രങ്ങളായി സിനിമയിലെത്തുന്നത്. സിനിമയിലെ പെർഫോമൻസുകൾ എടുത്തു പറയേണ്ടതാണ്. മഹാരാജ എന്ന ക്യാരക്ടർ ഇത്ര മികച്ചതായി മറ്റൊരാൾക്കും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലാണ് വിജയ് സേതുപതി ചെയ്തു വെച്ചിരിക്കുന്നത്. ചില സീനുകളിലൊക്കെ അതിഗംഭീര പ്രകടനമാണ് നടത്തിയിരിക്കുന്നത്. മമതയ്ക്ക് അത്ര വലിയ ക്യാരക്ടറൊന്നുമല്ല, ബട്ട് ഉള്ളത് നന്നായി ചെയ്തിട്ടുണ്ട്. സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങളുടെ പെർഫോമൻസ് എടുത്തു പറയുന്നില്ല. അതുപോലെ ഒരു ക്യാരക്ടറിനെ മെൻഷൻ ചെയ്തിട്ടുമില്ല. അത് സിനിമ കണ്ട് തന്നെ അറിയേണ്ടതാണ്. അവരവരുടെ റോളുകൾ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. വിജയ് സേതുപതിയെ കൂടാതെ മറ്റൊരു നടൻ്റെ പെർഫോമൻസും അതിഗംഭീരമായി തോന്നി. തിയേറ്ററിൽ വെച്ച് ആ ഒരു ക്യാരക്ടറിനെ കയ്യിൽ കിട്ടിയാൽ രണ്ടെണ്ണം കൊടുക്കണമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. സംവിധായകന്റെ മികവിനും വിജയ് സേതുപതിയുടെ പ്രകടനത്തിനും ശേഷം ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടാൻ പോകുന്നത് ആ ഒരു നടൻ്റെ പെർഫോമൻസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എത്ര പറഞ്ഞാലും മതിവരില്ല സംവിധായകൻ നിതിലൻ സ്വാമിനാഥനെ പറ്റി. തിരക്കഥയാണ് സിനിമയുടെ ആത്മാവ്. അത്രയും മികച്ച രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റാണ് ഈ സിനിമയുടേത്. നിയോ നോയർ പരിപാടിയാണ് സിനിമ മൊത്തത്തിൽ പിടിച്ചിരിക്കുന്നത്. ഈ ഡയറക്ടറിൻ്റെ കുരങ്ങുബൊമ്മ എന്ന സിനിമ കണ്ടവർക്കറിയാം പുള്ളിയുടെ മേക്കിംഗ് സ്റ്റൈൽ. കുരങ്ങുബൊമ്മയെ കണ്ടിട്ടില്ലെങ്കിൽ ആ സിനിമ കണ്ടതിന് ശേഷം മഹാരാജ കാണുന്നതായിരിക്കും നല്ലത്. രണ്ട് സിനിമയും തമ്മിൽ ബന്ധമൊന്നുമില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സിനിമയുടെ മേക്കിംഗ് ആണ് മനസ്സിൽ നിന്നും മായാതെ നിൽക്കുന്നത്. ഒരു സീനിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിജയ് സേതുപതി ഒരു കഥ പറയുമ്പോൾ നമ്മൾ ചിരിക്കുകയും മറ്റൊരു സീനിൽ ഇതേ കഥ പറയുമ്പോൾ നമ്മൾ കരഞ്ഞു പോകുന്നതുമൊക്കെ ഡയറക്ടർ ബ്രില്യൻസ് ആയിട്ട് തോന്നി. ഇനിയും ഒരുപാട് പറയാനുണ്ട്, പക്ഷേ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ സ്പോയിലറായി പോവും. പക്ഷേ പറഞ്ഞാലും തീരില്ല ഈ സിനിമയെപ്പറ്റി. ഇതുവരെയും നാം കാണാത്തതോ കേൾക്കാത്തതോ ആയ കഥയൊന്നുമല്ല നിതിലൻ ഈ സിനിമയിലൂടെ പറയുന്നത്. ഉഗ്രൻ സ്ക്രിപ്റ്റും ഗംഭീര മേക്കിങ്ങുമാണ് ഈ സിനിമയെ വേറിട്ട് നിർത്തുന്നത്. ജീവനുള്ള മനുഷ്യർ മാത്രമല്ല, ജീവനില്ലാത്ത വസ്തുക്കൾ പോലും നിതിലൻ്റെ സംവിധാനത്തിൽ അഭിനയിക്കും. എന്നിലെ പ്രേക്ഷകനെ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യിച്ചത് വിജയ് സേതുപതിയുടെ 50ാമത്തെ പടം എന്ന രീതിയിലല്ല, മറിച്ച് കുരങ്ങുബൊമ്മയുടെ ഡയറക്ടർ നിതിലൻ സ്വാമിനാഥൻ്റെ മേക്കിംഗ് സ്റ്റൈലായിരുന്നു. നിതിലൻ സ്വാമിനാഥൻ എന്ന ഡയറക്ടറോട് അന്ന് തുടങ്ങിയ റെസ്പെക്റ്റാണ് മഹാരാജ കണ്ടപ്പോൾ അത് ഇരട്ടിച്ചു. നിങ്ങളോട് ഒരേ ഒരു റിക്വസ്റ്റ് മാത്രമാണ് പറയാനുള്ളത്. വർഷത്തിൽ 4-5 സിനിമകൾ ചെയ്യുന്നതിന് പകരം ഇതുപോലത്തെ ഒരു ക്വാളിറ്റി ഐറ്റമാണ് നിങ്ങളെന്ന എഴുത്തുകാരനിൽ നിന്നും സംവിധായകനിൽ നിന്നും ഞാനെന്ന പ്രേക്ഷകൻ പ്രതീക്ഷിക്കുന്നത്. ആദ്യം പറഞ്ഞത് അവസാനവും പറയുന്നു. അതിഗംഭീര സിനിമ. നിതിലൻ്റെ സംവിധാനവും വിജയ് സേതുപതിയുടെ ആക്ടിങ്ങിനും പുറമെ മികച്ചൊരു സ്ക്രിപ്റ്റിൽ അത്യുഗ്രൻ മേക്കിങ്ങിൽ ഒരു ഗംഭീര സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് മഹാരാജ എന്ന സിനിമ കണ്ടോളൂ. നിങ്ങളുടെ പ്രേക്ഷകനെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്ത ദിവസം കാണും വരെ ഗുഡ് ബൈ.